അങ്ങനെ കോഴിക്കോട് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. കക്കാടംപൊയില് മിസ്റ്റേക്യൂരിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അത്യാവശ്യം ലോങ് യാത്രയൊക്കെ കഴിഞ്ഞ് നല്ല ടയേർഡായിട്ടാണ് കേട്ടോ ഞങ്ങൾ രാത്രി എത്തിയത്. അതുകൊണ്ട് തന്നെ 2 ദിവസം ഇവിടെ റെസ്റ്റ് എടുക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ ആ ഒരു കാഴ്ച കണ്ടത്. കോട ഇങ്ങനെ വന്ന് മൂടുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതിങ്ങനെ നീങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ നീങ്ങി 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 നമ്മുടെ അടുത്ത് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് മുഴുവനായിട്ടും നമ്മുടെ മുന്നിൽ നിന്ന് ഓടി മറിഞ്ഞ് ഉടനെ തന്നെ വലിയൊരു മഴ പെയ്തിട്ടാ. അപ്പോൾ ക്യാമ്പിൽ നിന്ന് മക്കൾ എന്താണ് ചെയ്തതെന്ന് കാണണ്ടേ. പ്രകൃതിയും പച്ചപ്പും മഴയും പുഴയും ഒക്കെ ആയിട്ട് ഇന്നൊരു അടിപൊളി ഡേ ആയിരുന്നു എന്ന് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു തിരുത്തുകൂടി ഞാൻ പറയട്ടെ, കക്കാടംപൊയിൽ എന്നാണ് ഞാൻ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. കക്കാടംപൊയിൽ എന്നാണ് കേട്ടോ ശരിക്കുള്ള പേര്. ഈ സ്ഥലം ഇത്രയും അടിപൊളിയാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. ഇത് കോഴിക്കോട് മലപ്പുറം ബോർഡറിലായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്. ഞങ്ങളുടെ റിസോർട്ടും മക്കളുടെ റിസോർട്ടും 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് കേട്ടോ വരുന്നത്. ഗൾഫ് കൺട്രീസിലുള്ള മക്കൾക്ക് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ ഇവരുടെ ക്യാമ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മക്കളെല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്ന് ഞങ്ങൾ റെഡിയായി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഒരുപാട് വെറൈറ്റി ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഉള്ളത് നല്ല ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് പൂളിലേക്ക് ഇറങ്ങാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. മഴ ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് പെയ്യുന്നുണ്ട്. അപ്പോൾ റിസോർട്ടിലെയും ക്യാമ്പിലെയും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്രയൊക്കെ ഉള്ളൂ. നാളെ കാണാം.